ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നമിന്റെ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSC CGL 2024ന്റെ എക്സാം ഡേറ്റ് SSC അനൗൺസ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 9 മുതലാണ് അതിന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിൽ ഞാൻ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ പഠിക്കുന്ന ആസ്പിരൻസിനെ വെച്ച് ഈ ഒരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ സെപ്റ്റംബർ 9 എക്സാം നടക്കുമ്പോൾ പല ആൾക്കാർക്കും പല പല തരത്തിലുള്ള അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് നേരത്തെ തന്നെ പഠിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. CGL 21, 22, 23, 24 എഴുതുന്ന ആൾക്കാർ കാണും. 22 തുടങ്ങിയവർ കാണും. 23 CGL സ്റ്റാർട്ട് ചെയ്തവർ കാണും. അല്ലെങ്കിൽ പുതുതായിട്ട് വന്നവർ കാണും. 2 മാസത്തിന് മുന്നേ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ പഠിച്ചു തുടങ്ങിയ ആൾക്കാർ കാണും. ഇപ്പോൾ എക്സാം ഡേറ്റ് വന്നെന്നറിഞ്ഞപ്പോൾ പഠിക്കാൻ വരുന്നവർ കാണും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഉള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇവിടെ ഞാൻ കഴിഞ്ഞ ഒരു സ്ട്രാറ്റജിയിലും പറഞ്ഞു, ഞാൻ നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് സ്ട്രാറ്റജി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം ഒരുപാട് സ്ട്രാറ്റജി വീഡിയോസ് ഞാൻ ചെയ്യില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണമുണ്ട്. അത് ഞാൻ കഴിഞ്ഞ സ്ട്രാറ്റജി വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ CGLന്റെ ഡേറ്റ് വന്നതിന് ശേഷം ഒരുപാട് പേര് ലാസ്റ്റ് 30 ദിവസത്തെ പ്ലാനിങ് അല്ല, സ്ട്രാറ്റജിയാണ്. ഇത് മനഃപൂർവ്വമാണ് ഇവിടെ പ്ലാനിങ് എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ സ്ട്രാറ്റജിയും പ്ലാനിങ് തമ്മിലുള്ള വ്യത്യാസം? സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പഠിക്കണം, എന്ത് ചെയ്യണം, എത്ര സമയം എന്ത് പഠിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു വെച്ച കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഈ അവസാന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്. അപ്പൊ കുറച്ച് പേർക്ക് എങ്കിലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ച് നെഗറ്റീവായിട്ട് തോന്നും. നെഗറ്റീവായിട്ട് തോന്നുന്നു പറഞ്ഞാൽ സത്യമാണ് പറയുന്നത്. അതുകൊണ്ട് അത് കുറച്ച് നെഗറ്റീവ് എന്നല്ല പറയുന്നത്, കുറച്ച് വിഷമം ഉണ്ടാക്കുന്നതായിട്ട് തോന്നും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒരു പ്രാക്ടിക്കലായിട്ട് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇപ്പൊ ലാസ്റ്റ് 30 ഡേയ്സ് എങ്ങനെ പഠിക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടാണ്. ഇപ്പൊ പഠിച്ചാലും മതി, അല്ലെങ്കിൽ 30 ഡേയ്സ് കൊണ്ട് നിങ്ങൾ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആവാം. അപ്പൊ അതിനുള്ള ക്ലിയർ കട്ട് ആൻസർ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയും. ലാസ്റ്റ് 30 ദിവസം കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇപ്പൊ പഠിച്ചു തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഇവർ പറയുന്ന സ്ട്രാറ്റജി വീഡിയോ വെച്ച് ഇത്ര സമയം ഇത് പഠിക്കുന്നു, ഇത് കാണുന്നു അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ പുതുതായിട്ട് വരുന്നവരാണെങ്കിൽ, പുതുതായിട്ട് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ 30 ദിവസം കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ പ്രിലിംസ് കഷ്ടിച്ച് ജയിച്ചാലും നിങ്ങൾക്ക് മെയിൻസിന് നല്ല ലെവലിൽ പോയാൽ മാത്രമേ എന്താകാൻ പറ്റൂ, ക്ലിയർ ആവാൻ പറ്റൂ. അപ്പോൾ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങൾ 30 ദിവസം ഇപ്പൊ തുടങ്ങുന്നു, നിങ്ങളെക്കായി 1 വർഷം മുന്നേ തുടങ്ങിയ ആൾക്കാരുണ്ട്, 8-9 മാസം മുന്നേ തുടങ്ങിയ ആൾക്കാരുണ്ട്. അപ്പൊ അവർ ആ ലെവലിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് അവിടെ ചാൻസ്. അത് കോമൺ സെൻസ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് 30 ഡേയ്സ് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ചാനലിന്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് അതെടുത്ത് കാണുക. വേറെ പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആക്സസിബിൾ ആണ്. അത് എന്നും ആക്സസിബിൾ ആയിരിക്കും. നിങ്ങൾ അത് കണ്ട് പഠിക്കുക. ആദ്യം മുതലുള്ള വീഡിയോസ്, ഓരോ വീഡിയോയും SSC ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, നിങ്ങളുടെ എക്സാം, ബാങ്ക് ആയിക്കോട്ടെ, നിങ്ങൾ എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് അതിന്റെ ഗുണം ഉണ്ടാവും. മാക്സിമം പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക മാത്രം ചെയ്താൽ മതി. ബാക്കി ക്ലാസ്സുകളൊക്കെ അതിന്റെ പഠിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ്. ഓക്കെ, ഇത് നോക്ക്. ഈ വീഡിയോ ആണ് ഞാൻ 2024 CGL വേണ്ടി 8 മാസം മുന്നേ, 8 മന്ത് മുന്നേ ചെയ്ത ഒരു വീഡിയോ. CGL CHS 2024ന്റെ സ്ട്രാറ്റജി വീഡിയോ. ഇത് ഒരു 1.5 മണിക്കൂറിന്റെ വീഡിയോ ആണ്. ഇപ്പൊ 27,000 പേര് കണ്ടിട്ടുണ്ട്. ഈ 27,000 പേര് കണ്ടതിൽ എത്ര പേര് ഇത് പ്രാവർത്തികമാക്കി എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാനൊരു ഉറപ്പ് പറയാം, ഷുവറായിട്ട് ഞാൻ പറയാം. നിങ്ങൾ ഈ വീഡിയോ അന്ന് ഇട്ട സമയത്ത്, ഇപ്പൊ കുറച്ച് പേർക്ക് പുതുതായിട്ട് വന്നവരാണ്, അവരുടെ കാര്യമല്ല പറയുന്നത്. നിങ്ങൾ ആ സമയം ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക. നിങ്ങൾ അവിടെ കമന്റ് ഇട്ടു, ഐ വിൽ മേക്ക് മൈ പേരൻസ് പ്രൗഡ് എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടു. എത്ര പേര് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒരു 80% നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 60% നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ CGLന്റെ ഡേറ്റ് സെപ്റ്റംബർ 9 കാണുമ്പോൾ ഒരിക്കലും ഒരു ഞെട്ടലോ ഒരു സമയമില്ല, ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, പെട്ടെന്ന് വന്നു. സെപ്റ്റംബർ ലാസ്റ്റ് വിചാരിച്ചിരുന്നത് സെപ്റ്റംബർ 9 വന്നു. ഇപ്പൊ സെപ്റ്റംബർ ലാസ്റ്റ് ആണെങ്കിലും സെപ്റ്റംബർ ആദ്യമാണെങ്കിലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് അതൊരു പ്രശ്നമുള്ള കാര്യമുള്ളൂ. അപ്പൊ അങ്ങനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വന്നവരായിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ് കണ്ടപ്പോൾ പ്രശ്നം ഉണ്ടായി കാണത്തില്ല. അപ്പൊ ഇനി ഇങ്ങനെ പ്രശ്നമുണ്ട്, നിങ്ങൾ കാണുമ്പോൾ പ്രശ്നമാണെന്ന് വിചാരിക്കുന്നവർ, ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. നിങ്ങൾ 30 ദിവസം കൊണ്ട് ആദ്യം മുതൽ പഠിച്ചെടുക്കാന്ന് വെച്ചാൽ നടക്കില്ല. ഞാനത് ക്ലിയർ ആയിട്ട് പറയാം. അത് അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ഇന്റലിജൻസ് ഉള്ള ആൾക്കാരായിരിക്കണം. അല്ലെങ്കിൽ സാധാരണ ഒരാളെ സംബന്ധിച്ച് 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആദ്യം മുതൽ ഏറ്റവും ബേസിൽ നിന്നും വരാൻ പറ്റത്തില്ല. അപ്പൊ അവര് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 2025 വേണ്ടി ഇപ്പോഴേ തുടങ്ങും. കഴിഞ്ഞ വർഷം CGL ഈ സമയത്ത് നിങ്ങൾ തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പ്രോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ തുടങ്ങി, ഇപ്പൊ കുറച്ച് പാടുള്ള കാര്യമാണ്. ഇത് പഠിച്ചാൽ കിട്ടും എന്നുള്ള വീഡിയോ പ്രതീക്ഷ വന്നവരോട് അതല്ല സംഭവം. ഇത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇപ്പോഴല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത എക്സാമിന്, അടുത്ത CGL എക്സാമിന് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. ആദ്യം നിങ്ങൾ കാണേണ്ടത്, ഈ വീഡിയോ കാണാത്തവർ അത് കാണുക. ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക എന്താണ് പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 1.5 മണിക്കൂർ സ്ട്രാറ്റജി നിങ്ങൾ അങ്ങനെ എവിടെയും കണ്ടു കാണത്തില്ല. 1.5 മണിക്കൂർ മലയാളത്തിൽ നിങ്ങൾ എവിടെയും മഷി ടോക്കിയെ കാണത്തില്ല. അത് അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു ടോക്കും ഇല്ല, സ്ട്രാറ്റജി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ സബ്ജക്റ്റിന്റെ കാര്യങ്ങൾ സെപ്പറേറ്റ് പറഞ്ഞു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇതാണ് ആ വീഡിയോ. കണ്ടിട്ടില്ലാത്തവർ കാണാം, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഇടാം.
അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളാണ് നിങ്ങളുടെ സ്ട്രാറ്റജി എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂർ ഇത് പഠിക്കണം, 1 മണിക്കൂർ മാത്സ് പഠിക്കണം, അല്ലെങ്കിൽ 2 മണിക്കൂർ മാത്സ് പഠിക്കണം, 3-4 മണിക്കൂർ മോക്ക് എഴുതണം. അപ്പൊ ഇങ്ങനെ പറയുന്ന പരിപാടി എപ്പോഴായിരുന്നു? പഠിക്കുന്ന സമയത്ത് ചെയ്യേണ്ടതായിരുന്നു. ഈ ലാസ്റ്റ് 30 ദിവസം അതല്ല ചെയ്യേണ്ടത്, 30 ഡേയ്സ് അതല്ല ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ CGL-ന് വേണ്ടി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ആ CGL എക്സാമിനെ മാത്രം ഫോക്കസ് ചെയ്ത് എഴുതുക. അല്ലാതെ CHSL വരുന്നു 2 മാസം CHSL കൊടുത്തു, CP വരുന്നു 2 മാസം അതിന്റെ പുറകെ പോയി. അപ്പൊ അങ്ങനെയല്ല, നിങ്ങൾ CGL പഠിക്കുകയാണെങ്കിൽ അത് ത്രൂ ഔട്ട് നിങ്ങളുടെ സ്റ്റാർട്ട് മുതൽ അവസാനം വരെ നിങ്ങൾ പഠിക്കുക. ഇതിന്റെ ഇടയ്ക്കുള്ള എക്സാംസ് എല്ലാം ക്ലിയർ ആയി പോക്കോളൂ. കാര്യം CGL എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു എക്സാം ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ആ ലെവലിലുള്ള എല്ലാ എക്സാംസിനെയും കവർ ചെയ്യുന്ന ഒരു എക്സാം ആണ്. അപ്പൊ സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ കുറച്ച് ബിറ്റർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. അപ്പൊ അത് ശ്രദ്ധയോടെ കേട്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സാം അല്ലെങ്കിൽ ഈ സെറ്റ് ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യണം, പഠിച്ച് കോഴ്സ് അല്ലെങ്കിൽ ക്ലാസ് കംപ്ലീറ്റ് ആക്കിയവർക്ക് എന്ത് ചെയ്യണം, സിലബസ് അത്യാവശ്യം കംപ്ലീറ്റ് ആക്കി അതിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തവർക്ക് എന്ത് ചെയ്യണമെന്ന് ക്ലിയർ ആയിട്ട് ഇന്ന് പറഞ്ഞുതരാം. ബാക്കിയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്, സിലബസ് കംപ്ലീറ്റ് ആവാത്ത ആൾക്കാർ എന്ത് ചെയ്യണമെന്നും ഇതിനകത്ത് പറയും. ഓക്കെ, ഇതിനകത്ത് കറക്റ്റ് പറയും, ഓരോ സബ്ജക്ട് വൈസും പറയും, വീഡിയോ മുഴുവനായിട്ട് കാണും. ഓക്കെ, ഒരു 7-8 മാസം മിനിമം ആണ് ഞാൻ പറയുന്നത്. 7-8 മാസം നിങ്ങൾ മിനിമം സെറ്റ് ആകണം, അല്ലെ അതിൽ കുറഞ്ഞാലും കൂടുതൽ എഫേർട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തായിരിക്കത്തില്ല, ഒരു പ്രശ്നം കാണത്തില്ല. അപ്പൊ അല്ലാത്തവർ എന്ത് ചെയ്യുക, നെക്സ്റ്റ് CGL-ന് അത് വേക്കൻസീസ് ഒക്കെ വന്നോണ്ടിരിക്കും. ഇപ്പൊ 17,000 സംതിങ് വേക്കൻസി, 17,000 ഞാൻ ആദ്യം വിട്ടുപോയി, 17,000-ൽ പരം വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. ഇത് നിങ്ങളുടെ അവസാന ചാൻസ് ആണ്, അങ്ങനെയൊന്നും ഇല്ല. 17,000 വേക്കൻസി അടുത്ത വർഷം ചിലപ്പം 8,000 ആയിരിക്കും, ചിലപ്പോൾ അതിന്റെ അടുത്ത വർഷം 20,000 ആയിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ 5,000 വരത്തുള്ളൂ, അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഓരോ സമയത്തിനനുസരിച്ചിരിക്കും. ഇപ്പൊ 17,000 വേക്കൻസി കൊണ്ട് ഇപ്പൊ ഇതുപോലെ പഠിച്ചാൽ നിങ്ങൾക്ക് സെറ്റ് ആവുന്ന പറഞ്ഞ് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണും. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ള സ്റ്റാർട്ടിങ് പോലും പോകത്തുള്ളൂ. നിങ്ങൾ ആ ഒരു മാസം അതിന് വേണ്ടി നടക്കും. അടുത്ത മാസം റെയിൽവേയുടെ ഏതെങ്കിലും എക്സാം വരും, അതിന്റെ കൂടെ പോകും. പിന്നെ അടുത്ത മാസം വേറൊരു എക്സാം വരും, അതിന്റെ കൂടെ പോകും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇപ്പോഴേ എന്ത് ചെയ്യുക, തുടങ്ങുക. അതിനുള്ള എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ആ പ്രോസസ്സാണ് ഞാൻ പറഞ്ഞില്ലേ, ആ പ്രോസസ്സാണ് നിങ്ങളെ ജോലിയിലോട്ട് എത്തിക്കുന്നത്. ഇതാണ് പലർക്കും അറിയാത്തത്. ആ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്ഥലത്ത് വന്ന് 1 മാസം കൊണ്ട് 30 ദിവസം കൊണ്ട് പഠിക്കുന്ന എല്ലാ പ്രോസസ് എന്ന് പറയുന്നത്. അത് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ വഴിയിൽ നമ്മുടെ തലച്ചോറിന് എല്ലാ ലോഡോടും ഒരുമിച്ച് കൊടുത്താൽ അതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ മൈൻഡ് അങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ ആ ഒരു പ്രോസസ്സിലൂടെ, ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പ്രോസസ്സിലൂടെ നിങ്ങളൊന്ന് പോയി നോക്കൂ. ഡെയിലി നിങ്ങളുടെ മനസ്സ് എന്ത് ചെയ്യും, അതിനെ അഡാപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു എക്സാം ക്ലിയർ ചെയ്യുന്ന ആ ഒരു ലെവലിലോട്ട് വരും. അപ്പൊ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വന്ന ഒരാളും ഒരു 30 ദിവസം പെട്ടെന്ന് വന്ന് ക്വസ്റ്റ്യൻസ് എല്ലാം അവിടെ നിന്ന് ഇവിടെ നോക്കി ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഒരാളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. വേറെ ഒന്നും ഒരു വീഡിയോയിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അങ്ങനത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അപ്പൊ 7-8 മാസം ചെയ്തവർക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. ഇനി CGL 2022-25 നോക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതേപോലെ ഇപ്പോൾ തുടങ്ങിയേ പറ്റൂ. ഈ 7-8 മാസം ചെയ്ത ആൾക്കാരുണ്ടല്ലോ 24-ന് വേണ്ടി, അപ്പൊ അവര് ചെയ്തതുപോലെ നിങ്ങൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണം. നൗ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യത്തെ CGL 2025 പ്രിലിംസിന്റെ ഡേറ്റ് വരുന്ന സമയത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരത്തില്ല. അങ്ങനെ ചെയ്താൽ മാത്രം. അല്ലെങ്കിൽ ആ സമയത്താണ് അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് പറഞ്ഞിരുന്നാൽ വീണ്ടും എന്ത് ചെയ്യും, ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും വരുന്നത്. പിന്നെ അടുത്ത വർഷത്തേക്ക് പോകേണ്ടി വരും. അതാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നന്നായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക, ഇപ്പോഴേ തുടങ്ങാം. ഓക്കെ, ഇപ്പൊ ഈ CGL എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഈ CGL പഠിക്കുവാണെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ തുടക്കക്കാർക്ക് ഈ CGL എന്തായിട്ട് എടുക്കാം, ഒരു ഡെമോ എക്സാം ആയിട്ട് എടുക്കാം. ഓക്കെ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 30 ഡേയ്സ് കൊണ്ട് ഒന്നും എക്സ്ട്രാ ആയിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ സിലബസ് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ 2 മാസം കൊണ്ട് നടത്താം. പക്ഷെ അതിന് കൂടുതൽ എഫേർട്ട് കൊടുക്കേണ്ടി വരും. അത് നമ്മുടെ ഒരു ലക്കും കൂടാണ്. കുറച്ച് ചിലവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിലിംസ് 2 മാസം കൊണ്ട് ക്ലിയർ ചെയ്ത ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് വളരെ കുറവാണ്. പിന്നെ ബാക്കി 8 മാസം പഠിച്ചവരും 2 മാസം പഠിച്ചവരും തമ്മിൽ നല്ല വ്യത്യാസമാണ്. പ്രിപ്പറേഷൻ ഞാൻ പറഞ്ഞ ആ പ്രോസസ്സിന്റെ വ്യത്യാസമാണ്. ഓക്കെ, പിന്നെ മെയിൻസിനും എന്ത് ചെയ്യേണ്ടി വരും, നല്ല ഹാർഡ് വർക്ക് കൊടുക്കേണ്ടി വരും മെയിൻസിനും. അത് കറക്റ്റ് ഡയറക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോഴേ നിങ്ങൾ തുടങ്ങുക. നിങ്ങൾക്ക് ഈ എക്സാം ഒരു ഡെമോ എക്സാം ആയിട്ട് നിങ്ങൾക്ക് കാണാം. തുടക്കക്കാരെ ആരുമാണ് പറയുന്നത്, ബിഗിനേഴ്സ് ഒരുപാട് പേരുണ്ട്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇതായിട്ട് പറഞ്ഞുതരാം. നിങ്ങളെ മെന്റലി ഒന്ന് പ്രിപ്പയർ ആക്കാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാൻ പറഞ്ഞു പ്രിപ്പറേഷൻ തുടങ്ങിയവരാണെങ്കിൽ പോയി പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വീഡിയോ ആണ്. 2 മാസമായിട്ടുള്ളൂ, 1 മാസമായിട്ടുള്ളൂ, സിലബസ് ഒന്നും ആയിട്ടില്ല. നിങ്ങൾക്ക് ഒന്നും ഇപ്പം മോക്ക് എഴുതുമ്പോഴും നിങ്ങൾക്ക് 90 അല്ലെങ്കിൽ 100 താഴെയാണ് മാർക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ 100 താഴെ വേണ്ട, 80 താഴെയൊക്കെയാണ് മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ CGL ഉള്ളതല്ല. അതിപ്പോഴേ മനസ്സിലാക്കിക്കോളുക. എന്നിട്ട് ആ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വീഡിയോയിൽ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. അത് എക്സാം ഒരു ഡെമോ എക്സാം ആയിട്ട്, അതായത് നിങ്ങളുടെ മുന്നോടിയായിട്ടുള്ള എക്സാം ആയിട്ട് പോയി എഴുതുക. എക്സാം എന്തായാലും എഴുതുക. എന്ത് വേണം, നമുക്കൊരു എക്സ്പീരിയൻസ് വേണം. അപ്പൊ ഇനി പഠിച്ചവർക്ക് അത്യാവശ്യം സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളവരാണെങ്കിൽ ചെയ്യേണ്ട കാര്യം ഞാൻ പറയാം. ഇനി 30 ദിവസം ഉണ്ടല്ലോ, 30 ഡേയ്സിൽ നിങ്ങൾ 60 മോക്ക് ടെസ്റ്റ് ചെയ്യാം. 60 മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഫുൾ ലെങ്തിന്റെ കാര്യമല്ല പറഞ്ഞത്, എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം.
പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം പറയണം. ഒരിക്കലും അത് പോയി ഇത് ഫുള്ള് പഠിച്ചു, അത് പോയി ഫുള്ള് വായിക്കുക, അതൊന്നും അല്ല. 30 ഡേയ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ കാര്യം പറയാം. 30 ഡേയ്സിൽ 60 മോക്ക് ടെസ്റ്റ് ചെയ്യുക. അപ്പൊ എങ്ങനെയായിരിക്കണം മോക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയാം. അതിൽ ആദ്യത്തെ 15 ദിവസം, 15 ഡേയ്സ്, അടുത്ത 15 ഡേയ്സ്. ഓക്കെ, ഇപ്പൊ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. ഓക്കെ, ഇത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ ഈ 15 ദിവസം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സബ്ജക്ട് വൈസ് എന്ത് ചെയ്യണം? മോക്ക് ടെസ്റ്റ് ചെയ്യണം. സബ്ജക്ട് വൈസ് മോക്ക് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റാണ് നമുക്കുള്ളത്? മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, GK, ഇത്രയാണുള്ളത്. അപ്പൊ സബ്ജക്ട് വൈസ് മോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഇതിന്റെ സെക്ഷണൽ മോക്ക്, സബ്ജക്ട് വൈസ് അല്ലെങ്കിൽ സെക്ഷണൽ മോക്ക്, ചാപ്റ്റർ വൈസ് അല്ല, സെക്ഷണൽ മോക്ക്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഞാൻ ആ സ്ട്രാറ്റജി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതിൽ CGL 2024 സെക്ഷണൽ മോക്കുകളുണ്ട്. അപ്പൊ മാത്സിന്റെ 2 മോക്ക് ചെയ്യുക ഡെയിലി, റീസണിങ് 2 ചെയ്യുക, ഇംഗ്ലീഷ് 2 ചെയ്യുക, GK 2 ചെയ്യുക. അപ്പൊ അങ്ങനെ ആയി. എത്രയായി? 15 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം 30 ഡേയ്സിൽ 15 ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? 15 ദിവസം കൊണ്ട് ഒരു ദിവസം 2 മോക്ക് വെച്ച് ഏതെങ്കിലും എടുക്കാം. മാത്സിന്റെ 1, റീസണിങ്ങിന്റെ 1, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എല്ലാത്തിന്റെ ഓരോന്ന് വെച്ച് ചെയ്യാം. അപ്പൊ 60 കൂടുന്നേ ഉള്ളൂ. എല്ലാത്തിന്റെ ഓരോന്നോ 2 വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെക്ഷണൽ ടെസ്റ്റ്. അപ്പൊ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ പഠിച്ചവരുടെ കാര്യമാണ് പറഞ്ഞത്. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ മറ്റേത് മുതൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. ഓക്കെ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ആക്കാം. ഇങ്ങനെ പ്ലാൻ ചെയ്ത് സെറ്റ് ആക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാത്സിന് 2 മോക്ക് ചെയ്തു, റീസണിങ് 2 മോക്ക് ചെയ്തു, ഇംഗ്ലീഷിന് 2 മോക്ക് ചെയ്തു, GK 2 മോക്ക് ചെയ്തു. ഇങ്ങനെ ചുമ്മാ മോക്ക് ചെയ്തു പോയാൽ പോരാ. നിങ്ങൾ ഇവിടെ വെച്ച് എന്താ നിങ്ങൾ തയ്യാറാക്കണ്ടേ അല്ലെങ്കിൽ തീരുമാനിക്കണ്ടേ? നിങ്ങളുടെ ടൈം, അതായത് ഒരു 60 മിനിറ്റ് ആണ് നിങ്ങളുടെ എക്സാമിനുള്ളത്. അപ്പൊ അതിൽ മാത്സ് ഇത്ര സമയത്ത് തീർക്കണം, ഇംഗ്ലീഷ് ഇത്ര സമയത്ത് തീർക്കണം, റീസണിങ് ഇത്ര സമയത്ത് തീർക്കണം, GK ഇത്ര സമയത്ത് തീർക്കണം. അങ്ങനെ തീർത്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ മാത്സ് എനിക്ക് ഇത്ര സമയം കൊണ്ട് തീർക്കണം, നിങ്ങൾ മൈൻഡിൽ ഒരു പ്ലാൻ ഇടുക. മോക്ക് ടെസ്റ്റിന്റെ സ്ട്രാറ്റജി ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. വേണ്ടുന്ന സ്ട്രാറ്റജികളെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ മോക്ക് ടെസ്റ്റിന്റെ സ്ട്രാറ്റജിയിൽ പറഞ്ഞിട്ടുണ്ട് എത്ര സമയം ഓരോ സബ്ജക്റ്റിനും എത്ര കൊടുക്കണമെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നോക്കുക. ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് തീർക്കാനുള്ള ടാർഗറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക. അപ്പൊ അത് നിങ്ങൾക്ക് അച്ചീവ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഇതിൽ എവിടെയാണ് നിങ്ങളുടെ പ്രശ്നം നോക്കുക. നിങ്ങൾക്ക് പ്രശ്നമുള്ള ഏരിയാസ്, വീക്ക് ആയിട്ടുള്ള ഏരിയാസ് കവർ ചെയ്ത് പോയാലേ നിങ്ങൾ ഇമ്പ്രൂവ് ആകത്തുള്ളൂ. അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ ടൈം സെറ്റ് ആക്കുക, അതേപോലെ ആക്യുറസി സെറ്റ് ആക്കുക. അതായത് ഇതിന്റെ അനാലിസിസ് കറക്റ്റ് ആയിട്ട് നടക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എവിടേക്കാണ് നിങ്ങൾക്ക്, ഏത് ടോപ്പിക്കൊക്കെയാണ് പ്രശ്നം, എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് നോക്കുക. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളുടെ സ്പീഡും അതേപോലെ ആക്യുറസിയാണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ ഓരോ സബ്ജക്റ്റും എന്ത് പ്രിപ്പറേഷൻ കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഓക്കെ, ഇപ്പൊ പഠിച്ചത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇതുവരെയുള്ള നിങ്ങളുടെ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നും അറിയാത്തവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. സ്റ്റാർട്ട് ചെയ്യാത്തവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പഠിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ചെയ്ത് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. എത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. ഓക്കെ, പിന്നെന്താ ചെയ്യണേ? സബ്ജക്ട് വൈസ് നോക്കാണ് ചെയ്യേണ്ടത് കേട്ടോ. സബ്ജക്ട് വൈസ് ഡെയിലി ചെയ്യണം കേട്ടോ. അപ്പൊ ടൈം പ്ലാൻ ചെയ്യണം. അതുപോലെ റോങ് ആൻസർ കറക്റ്റ് ആയിട്ട് അനാലിസ് ചെയ്യണം. എവിടേക്കാണ് കിട്ടാത്തത് അതൊക്കെ നോക്കണം കേട്ടോ. അങ്ങനെ ടൈം സെറ്റ് ആക്കണം. ഈ ബാക്കി 15 ദിവസം എന്താ? ഇവിടെ ടൈം സെറ്റ് ആയി. നമ്മൾ ഈ 15 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ എന്തായി? ടൈം സെറ്റ് ആയി. ഇനി എന്ത് ചെയ്യണം? ഡെയിലി 2 മോക്ക് വെച്ച്, 2 ഫുൾ ലെങ്ത് മോക്ക് മിനിമം ആണ് ഞാൻ പറഞ്ഞത്. ഫുൾ ലെങ്ത് മോക്ക് PYQ ചെയ്താൽ മതി. പിന്നെ വോളിബോളിന്റെ ലൈവ് മോക്ക് നിങ്ങൾക്ക് ചെയ്യാം. PYQ എന്ത് ചെയ്യണം? 2 ചെയ്യണം. ഇവിടെ ടൈം സെറ്റ് ആയി. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്തു? അത് സെറ്റാക്കി പോകും. ഇത് പഠിച്ചവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രാക്ടിക്കലായിട്ട് ഞാൻ പറഞ്ഞു, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും നിങ്ങൾ ഇവിടെ വെച്ചിട്ട് സ്ട്രാറ്റജി ഇവിടെ പറയാൻ പറ്റത്തില്ല. നിങ്ങൾ 2 മണിക്കൂർ അത് 2 മണിക്കൂർ ഇത് പഠിക്കുന്ന പറഞ്ഞാൽ ഇതൊക്കെ ആര് ചെയ്യും? ഇതൊക്കെ ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ടൈം സെറ്റ് ആക്കുന്നതും ഈ മോക്ക് ഇടുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മാർക്ക് എത്ര ആയാലും നിങ്ങൾ അത് മനസ്സിൽ വെക്കേണ്ട കാര്യമില്ല. അത് ആ ഒരു സമയത്തെ എക്സാമിന് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ മാർക്ക് കുറയാൻ, ചിലപ്പോൾ കൂടുതൽ കിട്ടാം, ചില ദിവസം കുറവ് കിട്ടാം. അപ്പൊ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റുന്നത്, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, അത് നിങ്ങൾ മനസ്സിലാക്കി അത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. അതായിരിക്കും നിങ്ങളുടെ സെൽഫ് ഇമ്പ്രൂവ്മെന്റ്. അപ്പൊ അത് നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. നിങ്ങളുടെ വീക്ക് ഏരിയ ഏതാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഓരോരുത്തർക്കും ഓരോ വീക്ക് പോയിന്റ്സ് കാണും. അപ്പൊ അത് മനസ്സിലാക്കുക. അതിന്റെ സ്ട്രാറ്റജി ഇടുന്നത് നിങ്ങളാണ്. അപ്പൊ അതിന് കുറച്ച് പെട്ടെന്ന് പഠിച്ചത് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമുക്ക് എറർ സ്പോട്ടിങ്, സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ്, ആക്റ്റീവ് പാസീവ്, അങ്ങനത്തുള്ള ടോപ്പിക്കുകളുണ്ടല്ലോ. ഇഡിയം, ഫ്രേസസ്, ഓൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് ഫുൾ മാർക്ക് വാങ്ങാവുന്നേ ഉള്ളൂ. എന്നാൽ കോംപ്രഹെൻഷൻ എന്ന് പറയുന്ന കാര്യം അങ്ങനല്ല. കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം നമ്മൾ റീഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ വായിച്ചിട്ടുണ്ട് അതിനെയൊക്കെ ബേസ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇത് നിങ്ങൾക്ക് ഈ ഒരു 30 ദിവസം കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കോംപ്രഹെൻഷൻ ഒരിക്കലും നിങ്ങൾ ഇപ്പം എറർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എററിന്റെ ഒരു 300 ക്വസ്റ്റ്യൻ ചെയ്യാം, ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ 400 ക്വസ്റ്റ്യൻ ചെയ്ത് അത് സെറ്റ് ആകാം. പക്ഷേ കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അതെടുത്ത് കോംപ്രഹെൻഷൻ സെറ്റ് ആക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് സമയം അവിടെ പോകത്തേ ഉള്ളൂ. അപ്പൊ അതിന് ലോങ് ടൈമിൽ എന്ത് ചെയ്യണം? ലോങ് ടൈമിൽ നമുക്ക് സെറ്റ് ആക്കിയെങ്കിലേ പറ്റും. അപ്പൊ അത് മനസ്സിലാക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. പറ്റുന്നത് മാർക്ക് മാക്സിമം സെറ്റ് ചെയ്ത് പോവുക. ഓരോ സബ്ജക്ട് വൈസ് ഞാൻ പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, നിങ്ങൾ പ്രശ്നങ്ങൾ എന്ത് ചെയ്യണം? മാറ്റിയെടുക്കണം. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം ഈ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ. സോഷ്യൽ മീഡിയ മാക്സിമം നിങ്ങൾ ഈ 30 ദിവസം
എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. നിങ്ങൾ ഈ 30 ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ഇതുവരെയുള്ള പ്രിപ്പറേഷനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ഒരു സമയത്ത് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും. പിന്നെ യൂട്യൂബിലെ കാര്യം, സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ എന്താ, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, നിങ്ങൾ അങ്ങനത്തുള്ള കാര്യങ്ങളല്ല, അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഈ ഒരു മാസത്തേക്കെങ്കിലും നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ യൂട്യൂബിൽ ഒരുപാട് ടീച്ചേഴ്സ്, ഒരുപാട് ഹിന്ദിയിലുണ്ട്, നിങ്ങൾ ഹിന്ദി കാണുന്നവർ കാണും, അല്ലെങ്കിൽ മലയാളത്തിലുണ്ട്, ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ യൂഷ്വലി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടീച്ചറിനെ ഇപ്പൊ മാത്സിന്റെ സബ്ജക്റ്റ് ആണെങ്കിൽ ഒരു ടീച്ചറിനെ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക. അപ്പൊ ആ പുള്ളി ഇടുന്ന വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങൾ കാണും. അപ്പൊ അവര് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ പല ആൾക്കാരെ ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാവരുടെയും വീഡിയോ കണ്ടുവരും. അങ്ങനെ വീഡിയോ കണ്ടു തന്നെ നിങ്ങളുടെ ഒരു ദിവസത്തിന്റെ പകുതി സമയം അങ്ങനെ പോകും. ഇത് ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഇന്ന് തന്നെ നിർത്തിക്കൊള്ളുക, ടീച്ചറിനെ ഫിക്സ് ചെയ്യുക, എന്നിട്ട് അവിടെ ഇരുന്ന വീഡിയോസ് എന്ത് ചെയ്യുക, അത് മാത്രം ഫോളോ ചെയ്യുക, എന്നിട്ട് അടച്ചു വെക്കുക. എന്നിട്ട് നിങ്ങളുടെ പരിപാടി നോക്കുക, ഇതേ നോക്കും കാര്യങ്ങളൊക്കെ നോക്കുക, സെറ്റാക്കി പോവുക. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ യൂട്യൂബിൽ ഒരു ടീച്ചറിനെ ഫിക്സ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ സമയം എന്ന് പറയുന്നത്. ആ ലാസ്റ്റ് ടൈമിൽ വേറെ ആരും ഒരു ടീച്ചറും വന്ന് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു, അത് കാര്യമില്ല. നിങ്ങൾ സ്വന്തമായിട്ട് പേനയും പേപ്പറും എടുത്ത് ചെയ്താൽ മാത്രമേ അവിടെ പോയിട്ട് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ലാസ്റ്റ് ടൈമിൽ യൂട്യൂബിലുള്ള അത് മാറ്റുക. യൂട്യൂബ്, പിന്നെ ടെലിഗ്രാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. ഒരുപാട് പേര് ഈ ടെലിഗ്രാമിൽ അവസാന സമയത്ത് നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ കിട്ടും ടെലിഗ്രാമിൽ, കോഴ്സുകളായാലും നിങ്ങളുടെ ബുക്കുകളായാലും ചുമ്മാ തപ്പി നടക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞു മറ്റേ പുണ്ടിറ്റ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ അതിനകത്ത് ഡെയിലി ഷെഡ്യൂൾ ഒന്നും പോയി ഫോളോ ചെയ്യേണ്ട. അതിനകത്തുള്ള PDF, GKയുടെ PDF, ഇംഗ്ലീഷിന്റെ PDF വായിക്കാനാണ് പറഞ്ഞത്. അപ്പൊ കുറെ പേര് സ്ട്രാറ്റജി വീഡിയോ കണ്ടിട്ട് പുണ്ടിറ്റ്സ് ഗ്രൂപ്പിൽ പോയിട്ട് അതിന്റെ ഫോളോ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും വേണ്ട. നിങ്ങൾ അവരുടെ എന്ത് ചെയ്താൽ മതി, PDF മാത്രം നോക്കിയാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം ആ സ്ട്രാറ്റജി പറഞ്ഞുകൊണ്ട് ചെയ്താൽ മതി. ഇനി ലാസ്റ്റ് 30 ദിവസം നിങ്ങൾ പറഞ്ഞത് യൂട്യൂബിലെ കാര്യം ശ്രദ്ധിക്കുക. ടെലിഗ്രാമിൽ ചുമ്മാ ഗ്രൂപ്പുകളിൽ പോയി ഡൗട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. ഡൗട്ട് ചോദിച്ചോ, അത്യാവശ്യമുള്ളത് ചോദിച്ചോ. നിങ്ങൾ ഈ മോക്ക് എഴുതുന്നതിന്റെ കിട്ടുന്നില്ല, കുറച്ച് കിട്ടുന്നില്ല, ചോദിച്ചോ, പ്രശ്നമില്ല. എപ്പോഴും നിങ്ങൾ അതിനകത്ത് തന്നെ കിടക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ ലാസ്റ്റ് ടൈം നമ്മുടെ കയ്യിൽ നിന്നാണ്, ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. ആ ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓരോ ദിവസവും. ലിമിറ്റഡ് ടീച്ചേഴ്സിനെ ലിമിറ്റഡ് വീഡിയോസും കാണും. ഓക്കെ, അപ്പൊ എല്ലാ സബ്ജക്റ്റിനും അങ്ങനെ പറഞ്ഞു. പിന്നെ നിങ്ങളുടെ സ്ട്രോങ് ആൻഡ് വീക്ക് പോയിന്റ്സ്, നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്സും നിങ്ങളുടെ വീക്ക് പോയിന്റ്സും അതിൽ വർക്ക് ചെയ്ത് ഇതൊക്കെ എഴുതിയെടുത്താൽ നന്നായിരിക്കും കേട്ടോ. നിങ്ങളുടെ വീക്ക് പോയിന്റ്സും നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്സും അത് നിങ്ങൾക്ക് അറിയാവും. വീക്ക് പോയിന്റ്സിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യാൻ പറ്റുന്നത് ടോട്ടൽ 24 മണിക്കൂറിൽ അതുപോലെ ഉറക്കാം. 16 മണിക്കൂർ, 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങിക്കോ. 8 മണിക്കൂർ ഉറങ്ങും. കുറെ പേര് പറയും നിങ്ങൾ എക്സാം സമയമാണ്, വളരെ കുറച്ച് ഉറങ്ങിയാൽ 2 മണിക്കൂർ 3 മണിക്കൂർ ഉറങ്ങിയാൽ 4 മണിക്കൂർ ഉറങ്ങിയാൽ ബാക്കി സമയം പഠിക്കണം. അങ്ങനെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് അവിടെ പോയി ആ പ്രഷർ താങ്ങാൻ പറ്റത്തില്ല. കുറച്ച് പേര് കാണും, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കുറച്ച് പേര് കാണും. അവരെ കുറിച്ച് ഞാൻ നോർമൽ ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. 8 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ ചെറുതായിട്ടുള്ള എക്സസൈസ് 10-20 മിനിറ്റ് എക്സസൈസ് ചെയ്യുക. അത് നിങ്ങളുടെ മൈൻഡിനെ ഹെൽത്തി ആക്കും. ബാക്കി 16 മണിക്കൂറിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ബാക്കി സമയം പഠിച്ചാൽ ഒരു 12 മണിക്കൂർ പഠിക്കാൻ പറ്റുമെങ്കിൽ അത്ര നല്ലത്. 12 മണിക്കൂർ നിങ്ങൾ പഠിക്കുക. പിന്നെ വർക്ക് ചെയ്യുന്നവർക്ക് എനിക്ക് പറയാനുള്ളത് അവരുടെ മാക്സിമം ടൈം എടുക്കുക. അല്ലാതെ വർക്ക് ചെയ്യുന്നവർക്ക് ഇതൊന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരേപോലെയാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പൊ പ്രോസസ്സ് സത്യസന്ധമായിട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 8 മണിക്കൂർ ഉറങ്ങി കഴിഞ്ഞു, ഓക്കെ, റെസ്റ്റ് എടുത്ത് കഴിഞ്ഞു, 7-7:30 ആയാലും കുഴപ്പമില്ല. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾ 100% എന്ത് ചെയ്യുക, കൊടുക്കുക. 100% സത്യസന്ധമായിട്ട് കൊടുക്കുക. സത്യസന്ധമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പിന്നെ കാര്യം പ്രോപ്പർ സ്ലീപ്പ് വേണം, അതുപോലെ എക്സസൈസ്, ഡയറ്റ്, നിങ്ങൾ ആഹാരം ശ്രദ്ധിക്കണം. അതൊക്കെ വേറെ ആരും ഇങ്ങനെ ഒന്നും പറയത്തില്ല. ആഹാരം എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് എക്സസൈസും കറക്റ്റായിട്ട് ചെയ്യണം. അല്ലാതെ ഈ സമയത്ത് കുറെ കിടന്ന് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ ഒരു പ്രോപ്പറായിട്ട് തന്നെ പോകണം. ഓക്കെ, പിന്നെ ടെൻഷന്റെ കാര്യം, ചുമ്മാ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. ടെൻഷൻ എല്ലാത്തിനും ഉണ്ട്, എല്ലാ കാര്യത്തിനും ടെൻഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ അത് എല്ലാ ഫീൽഡിലായാലും ഉണ്ട്. ടെൻഷൻ കൂടുതലായി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എക്സാമിന് പോയിട്ട് സ്ട്രെസ് കൂടി ഉള്ള മാർക്ക് കൂടെ പോകത്തേ ഉള്ളൂ. എന്നിട്ട് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ പ്രോസസ്സ് ഫോളോ ചെയ്യുക. ആ പ്രോസസ്സ് എന്ന് പറയുന്നത് ആ പ്രോസസ്സാണ് ആ ഒരു സ്ട്രാറ്റജി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ ഒന്നും ഇല്ലാതെ എക്സാംസ് എഴുതാൻ പറ്റും. എക്സാം എഴുതി ക്ലിയർ ആക്കാൻ പറ്റും. അത് സത്യസന്ധമായിട്ട് എന്ത് ചെയ്യും. ഈ വർഷം സെറ്റ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഇയറിലെ ഡെമോ ആയിട്ട് കണ്ടാൽ മതി. ഈ വർഷം നിങ്ങൾ CGL എഴുതാൻ പോയി, ഇതൊന്നും ചെയ്തിട്ടല്ല പോയത്, നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്തിട്ട് പോയി, സെറ്റ് ആയില്ല എന്ന് വെച്ചോ, ഇപ്പൊ കിട്ടത്തില്ലെന്ന് വെച്ചോ, ഒരിക്കലും ആൻസർ കീ വരുന്നവരൊന്നും കാത്തിരിക്കരുത്. നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം നിങ്ങൾ എഴുതിയെന്ന്. അടുത്ത ബാക്കി എക്സാംസിന് പഠിച്ചോളൂ. ബാക്കി എക്സാം എന്ന് പറഞ്ഞാൽ CGL തന്നെ പ്രിപ്പയർ ചെയ്യുക. CGL തന്നെ ചെയ്യുക. കിട്ടുന്ന ഉറപ്പുള്ളവർ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അല്ലാത്തവർ എന്ത് ചെയ്യുക, CGL 25 വേണ്ടി എന്ത് ചെയ്യുക, സെറ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങി, ഇപ്പോഴേ തുടങ്ങുക. അങ്ങനെ ആകുമ്പോൾ അടുത്ത വർഷം നന്നായിട്ട് എഴുതാൻ പറ്റും. നെക്സ്റ്റ് ഇയർ സെറ്റ് ആക്കിയാൽ മതി. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ വെച്ച് എന്ത് ചെയ്യണം, പോകണം. ആ പ്രോസസ്സ് ഫോളോ ചെയ്യണം. ഓക്കെ, ഒരു എക്സാമിന് വേണ്ടി എന്ത് ചെയ്യണം, ഇതാക്കണം. യെസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മുടെ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നിങ്ങൾക്ക് ഒരു എക്സാം കിട്ടിയില്ല, ഇപ്പൊ CGL നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് വെച്ചോ, അപ്പൊ അത് നിങ്ങളുടെ 100% കൊടുത്തിട്ടാണ്, നിങ്ങളുടെ 100% കൊടുത്തു. അതായത് ആ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ കൊടുത്തിട്ടാണ് നിങ്ങൾ പരാജയപ്പെടുന്നെങ്കിൽ അതിനെ എന്ത് ചെയ്യാം, തോൽവിയായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം, നിങ്ങൾക്ക് വിഷമിക്കാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതൊരു തോൽവിയല്ല. നിങ്ങളുടെ ഫുൾ എഫേർട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അതിന് വേറൊരു കാര്യമില്ല. അത് നിങ്ങൾ കൊടുക്കാത്തതുകൊണ്ടാണ് കിട്ടാത്തത്. അപ്പോൾ 100% കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ ഫെയിലിയർ ആയി എന്നുണ്ടെങ്കിൽ അതെന്ത് കൊടുക്കാം, നിങ്ങൾ തോൽവിയായിട്ട് എടുക്കാം, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വിഷമിക്കാം.
പക്ഷെ അത് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. നിങ്ങൾ 100% കൊടുത്താൽ അവിടെ എന്ത് ചെയ്യും, നിങ്ങൾ വിജയിച്ചിരിക്കും കേട്ടോ. പിന്നെ ഇപ്പം റീസണിങ്ങിന്റെ ഒരു ടോപ്പിക് ഉണ്ട്, മിസ്സിംഗ് നമ്പേഴ്സ്. അപ്പൊ മിസ്സിംഗ് നമ്പേഴ്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല, എന്ത് ചെയ്യാം, സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുക. ഒരു 100 ക്വസ്റ്റ്യൻ എടുത്തിട്ട് മിക്സിംഗ് നമ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ആപ്ലിക്കേഷൻ അത് കാണും, ചെയ്യാം. നിങ്ങൾ എന്തായിക്കോളും, സ്ട്രോങ് ആയിക്കോളും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് പർട്ടിക്കുലർ ടോപ്പിക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് വേണമെങ്കിൽ പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സ്ഥലത്ത് നിന്ന് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. അങ്ങനെ വീക്കുള്ളത് സെറ്റ് ആക്കാം. കോമ്പറേഷൻ്റെ കാര്യം പറഞ്ഞു, അത് വാസ്റ്റ് ആണ്, അത് നമ്മൾ ചിലപ്പോൾ അവിടെ ആ സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം, കട്ട് ഓഫിനെ പറ്റി ഒരുപാട് പേര് ചോദിക്കും. ഈ കട്ട് ഓഫ് കഴിഞ്ഞ പ്രാവശ്യം 150 ആയിരുന്നു, ഇപ്രാവശ്യം എത്ര ആവും? നിങ്ങൾ എന്തിനാണ് അറിയുന്നത്? നിങ്ങൾ അറിയേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം മാർക്ക്, മാത്സ്, ഇംഗ്ലീഷ്, റീസണിങ് മാക്സിമം മാർക്ക് സെറ്റ് ആക്കുക. GK എന്ന് പറഞ്ഞാൽ GKയും ഈ ഇംഗ്ലീഷിലെ സിനോണിയം ആൻഡും അതൊക്കെ ഒരു ലെക്ക് ബേസ്ഡ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് എക്സാം ഇപ്പൊ മോക്കിൽ ചിലപ്പോൾ 20-ൽ 25-ൽ 20 കിട്ടുന്നവർക്ക് അവിടെ പോയിട്ട് ചിലപ്പോൾ 10 മാർക്ക് കിട്ടത്തുള്ളൂ. മോക്കിൽ 5 ക്വസ്റ്റ്യൻ പോലും ശരിയാക്കാത്തവർക്ക് അവിടെ പോയി 15 ക്വസ്റ്റ്യൻ ശരിയാക്കുന്ന സമയങ്ങളുണ്ട്. അത് ലെക്ക് ബേസ്ഡ് ആണ്. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ സബ്ജക്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് സബ്ജക്ട് വൈസ് പ്ലാനിങ്ങും എന്ത് ചെയ്യാൻ പറയാം. ഓക്കെ, ഇനി സബ്ജക്ട് വൈസ് പ്ലാനിങ് പറയാം. ഒരുപാട് ലെങ്തി ആക്കുന്നില്ല, കാര്യങ്ങളെല്ലാം മറ്റേ സ്ട്രാറ്റജി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി മാത്സിന്റെ കാര്യം, മാക്സിമം നിങ്ങൾക്ക് 25 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. അപ്പൊ 25 ക്വസ്റ്റ്യൻ സ്പീഡിൽ ചെയ്താലേ നിങ്ങൾക്ക് ആ ഒരു എക്സാം 25 ക്വസ്റ്റ്യൻ ഒരു 25 മിനിറ്റിലെങ്കിലും നിങ്ങൾ തീർക്കണം. അപ്പൊ അതിന് നല്ല രീതിയിൽ സ്പീഡ് ആക്കുറച്ച് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ക്വസ്റ്റ്യന്റെ ലെവലൊക്കെ സെറ്റ് ആയെങ്കിലും പറ്റും. അതുപോലെ മാക്സിമം റീസണിങ് രണ്ടിനോട് ചേർത്ത് 50 ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊരു 40 മിനിറ്റിൽ തീർത്താലേ ബാക്കി 40 അല്ലെങ്കിൽ 45 മിനിറ്റ് തീർത്താലേ ബാക്കി GK ഇംഗ്ലീഷും 15 മിനിറ്റിൽ 5 മിനിറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാനും വേണം. 15 മിനിറ്റിൽ തീർക്കാൻ പറ്റും. ആ ഒരു സ്പീഡ് സെറ്റ് ആകും. സ്പീഡ് സെറ്റ് ആവണമെങ്കിൽ ആദ്യം എന്ത് വേണം, കണ്ടന്റ് സെറ്റ് ആവണം. കണ്ടന്റ് സെറ്റ് ആയവർക്ക് പിന്നെ എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ ചെയ്യാം. കണ്ടന്റ് സെറ്റ് ആവാത്തവർക്ക് കണ്ടന്റ് സെറ്റ് ആക്കുക, എന്താണ് ചെയ്യേണ്ടത്, ഫൗണ്ടേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതെല്ലാം ആ ഒരു സ്ട്രാറ്റജി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടന്റ് സെറ്റ് ആയാൽ നിങ്ങൾക്ക് 30 ദിവസം പ്രാക്ടീസ് മാത്രം മതി. ആ പ്രാക്ടീസ് ആണ് ഇവിടെ അത്യാവശ്യം. ആ പ്രാക്ടീസ് അത്യാവശ്യമാണ് കണ്ടന്റ് സെറ്റ് ആയത്. ഇപ്പൊ പഠിക്കണമെങ്കിൽ പറ്റത്തില്ല, കണ്ടന്റ് ആദ്യമായിട്ട് പഠിക്കണമെങ്കിൽ പറ്റത്തില്ല. നെക്സ്റ്റ് സീരിയലിൽ എന്ത് ചെയ്യേണ്ടി വരും. അപ്പം വേണ്ടത് എന്ത് പ്രാക്ടീസാ, സബ്ജക്ട് വൈസ് പ്രാക്ടീസ് അല്ല, മിക്സ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസാ. ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്ന് അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ SIC, അടുത്ത ജോമെട്രി, അങ്ങനെ ചെയ്ത് മിക്സ്ഡ് പ്രാക്ടീസ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പം മാത്സിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഡെയിലി മാത്സിന്റെ കാൽക്കുലേഷൻ ചെയ്യുക. കാൽക്കുലേഷന്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഞാൻ പിൻ ചെയ്ത് വെക്കാം, ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, അതുപോലെ പിൻ ചെയ്ത് വെക്കാം. കാൽക്കുലേഷന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. കാൽക്കുലേഷൻ ഡെയിലി എന്ത് ചെയ്യുക, എക്സസൈസ്, കാൽക്കുലേഷന്റെ എക്സസൈസ്, സ്പീഡ് കൂടാനുള്ള സീക്രട്ട് ടു ഫാസ്റ്റർ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ എന്ത് ചെയ്യാം, പിൻ ചെയ്ത് വെക്കുക. അത് ഡെയിലി ചെയ്യണം, അത് ഡെയിലി മസ്റ്റ് ആണ്, ഡെയിലി ചെയ്യണം. അത് റീസണിങ്ങിന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് PYQ ചെയ്യുവാണെങ്കിൽ, ഒരു വട്ടം ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ടൈമർ ഇട്ട് എന്ത് ചെയ്യാം, എല്ലാ ക്വസ്റ്റിനും ടൈമർ ഇട്ടിട്ട് സെറ്റ് ചെയ്യുക. ഈ 30 ദിവസത്തെ കാര്യമാണ് പറയുന്നത്, അൾട്ടിമേറ്റ് ആയിട്ട് CGL-ന് വേണ്ടിയുള്ള സ്ട്രാറ്റജി അല്ല, അത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് 30 ദിവസത്തെ കാര്യം പറയുന്നത്. അപ്പോൾ കാൽക്കുലേഷൻ ഡെയിലി ടൈമർ ഇട്ടിട്ട് എന്ത് ചെയ്യുക, കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ ചെയ്യുക. പിന്നെ നമ്മുടെ റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന്, എനിക്കിപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ടാണ്, നമ്മുടെ ഭാഗത്ത് നിന്നും ഒരു 10 ക്വസ്റ്റ്യൻ വെച്ചുള്ള ഒരു 30 സെഷൻ, അതായത് 300 ക്വസ്റ്റ്യൻ എങ്കിലും 300 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി CGL-ന് മുന്നേ ഞാൻ പ്രാക്ടീസ് ചെയ്യും. ചിലപ്പോൾ 15 ക്വസ്റ്റ്യൻ ആയിരിക്കും ഒരു ക്ലാസ്സിൽ, 300 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അത് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇടാത്തത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ആഴ്ച തൊട്ട് തന്നെ നമുക്ക് തുടങ്ങാം. അത് മാക്സിമം എനിക്ക് പറ്റുന്നത് ഞാൻ നിങ്ങൾക്ക് തരും, ഒരു റിവിഷൻ പർപ്പസ് ആയിട്ട് മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഈ കാര്യങ്ങൾ ബാക്കി ഫോളോ ചെയ്ത് പോവാം. ഓക്കെ, ബിഗിനർ ആയിട്ടുള്ളവരുടെ സ്ട്രാറ്റജി അവിടെ പറഞ്ഞിട്ടുണ്ട്. ബിഗിനർമാരെ എന്ത് ചെയ്യണം, ഈ പ്രാവശ്യം കിട്ടത്തില്ല എന്നുള്ള ഉറപ്പുള്ളവർ അത് തുടങ്ങിക്കോളാം. നിങ്ങൾ അടുത്ത വർഷം സെറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഇറങ്ങും അടുത്ത പ്രാവശ്യത്തെ CGL. ഓക്കെ, ഇനി റിവിഷൻ ഓഫ് പ്രീവിയസ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അഡ്വാൻസ് മാത്സ് ഇവിടെ തന്നെ പറയാം. അഡ്വാൻസ് മാത്സിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചവരടുത്താണ് പറയുന്നത്. അഡ്വാൻസ് മാത്സ് പ്രോപ്പർട്ടീസ് സ്വന്തമായിട്ട് എഴുതുക. ചുമ്മാ നോട്ട് നോക്കി വായിച്ചിട്ട് കാര്യമില്ല, സ്വന്തമായിട്ട് ഹാൻഡ് റിട്ടൺ ആയിട്ട് എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക, ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതി നോക്കുക, അങ്ങനെ സെറ്റാക്കി പോകാം. ഓക്കെ, യെസ്. അടുത്ത് ഇനി റീസണിങ്ങിന് വലുതായിട്ടൊന്നും പറയുന്നില്ല. റീസണിങ്ങിന് നിങ്ങൾ ആ മോക്കുകൾ ചെയ്യുന്നുണ്ട്, സ്പീഡ് ഇമ്പോർട്ടന്റ് ആണ്. സെറ്റ് ആയവർക്ക് വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്താ, നിങ്ങൾക്ക് ചില ടോപ്പിക്കുകൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രശ്നം വരും. അതെന്ത് ചെയ്യുക, യൂട്യൂബിലോ നിങ്ങളുടെ ക്ലാസ് നോട്ടോ എടുത്ത് നന്നായിട്ട് പഠിക്കുക. പിന്നെ നല്ല ലോജിക്കായിട്ട് കിട്ടുന്നു, ഞാൻ പറഞ്ഞു പോവാണ്, നിങ്ങളത് വീഡിയോ സ്പീഡ് കുറച്ചിട്ട് എന്ത് ചെയ്യുക, സ്പീഡ് കുറച്ചിട്ട് ഒന്ന് എഴുതി വെക്കുക. നല്ല ലോജിക്കുള്ള ക്വസ്റ്റ്യൻസ്, വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു നോട്ടിൽ എന്ത് ചെയ്യുന്നു, എഴുതി വെക്കുക. ലാസ്റ്റ് മിനിറ്റ് എക്സാമിന്റെ തലേന്ന് നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി നല്ല ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് മിനിറ്റ് യൂണീക്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വെക്കുക കേട്ടോ. ഈസി ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തുകൊണ്ടിട്ട് കാര്യമില്ല. ഈസി ക്വസ്റ്റ്യൻസ് മാത്രം, ഇപ്പൊ ചില ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ ഈസി ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യിപ്പിക്കും. മാത്സ് ആയാലും റീസണിങ് ആയാലും. ഇംഗ്ലീഷിന് പിന്നെ അങ്ങനെ ഇല്ലല്ലോ, കുഴപ്പമില്ല. ഈസി ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യിപ്പിക്കാൻ നമ്മൾ വിചാരിക്കും ഇത് ക്ലാസ് കൊള്ളാൻ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ റിയാലിറ്റി അതാണോ? നിങ്ങൾ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുക, അതിനകത്ത് ഈസി മാത്രമാണ് വന്നിട്ടുള്ളത്. അല്ല, ഒരിക്കലും അങ്ങനെയല്ല. അതുകൊണ്ട് ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസോട് നിങ്ങൾ ചെയ്തിട്ട് പോകണം. ഈസി ക്വസ്റ്റ്യൻസ് മാത്രം. കുറെ പേര് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അങ്ങനെയാണ്. ഈസി ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതുമായിട്ട് സെറ്റ് മനസ്സിലാവുന്നുണ്ടെന്നൊരു തോന്നൽ വരും. പക്ഷെ അത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ആ ഒരു പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്. ഓക്കെ, ബാക്കി ഷിഫ്റ്റ് വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം. ഇനി ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, നേരത്തെ തന്നെ പറഞ്ഞു, കുറച്ച് ടോപ്പിക്കുകളുണ്ട് നമ്മളുടെ
സ്പീഡ് ഇവിടെ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. സ്പീഡും നിങ്ങൾക്ക് വേണം, കോംപ്രഹെൻഷൻ ഒക്കെ വായിക്കുമ്പോൾ സ്പീഡ് വേണം. ആക്യുറസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മാത്സും റീസണിങ് നിങ്ങൾക്ക് 100% വാങ്ങാൻ പറ്റും. ഇംഗ്ലീഷിലും ഒരു 25 നിങ്ങൾ സ്വപ്നം കണ്ട എന്ന് വെച്ചാൽ പഠിച്ചവർക്ക് 25 കിട്ടും. നിങ്ങൾ ആദ്യമേ 25 വേണമെന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൽ പോയി കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് അടിക്കത്തുള്ളൂ. നിങ്ങൾ ആദ്യം ഒരു 17 to 18 സെറ്റ് ആക്കാൻ നോക്കുക. 17 to 18 സെറ്റ് ആക്കുന്ന ഇവിടുന്ന നമ്മുടെ എറർ സ്പോട്ടിങ്, സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, അതേപോലെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, അങ്ങനത്തുള്ള കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ ഓൺവേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇഡിയം, അതൊക്കെ നിങ്ങൾക്ക് പഠിച്ചാൽ കിട്ടാവുന്നതാണ്. ഇപ്പൊ തെറ്റുന്നെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനത്തുള്ള ടോപ്പിക്കുകൾ സെറ്റ് ആക്കുക. ഇനി കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ ടൈം എടുക്കുന്നതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് കുറച്ച് സമയം എടുത്ത് വായിക്കേണ്ടി വരും. എല്ലാം കൂടെ ഒരു സമയത്ത് ഒരു 30 ദിവസം കൊണ്ട് സെറ്റ് ആക്കാൻ പറ്റുന്നതല്ല. ഒരുപാട് റീഡിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ പറ്റും. അപ്പൊ ആദ്യം നിങ്ങൾ ഈ ഒരു 15, 17, 18 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, സെറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ മലയാളം മീഡിയത്തിലുള്ളവരടുത്താണ് പറയുന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളവർ കുറച്ച് സെറ്റായി ഉള്ളവർ കാണും. അപ്പൊ അവർക്കും വീക്ക് ആയിട്ടുള്ളവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ ചെയ്യാം. ഓക്കെ, ഇനി 100% അല്ല എന്ത് ചെയ്യുക, ഇതേപോലെ ആദ്യം 17, 18 സെറ്റ് ആക്കുക. പിന്നെ അവിടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ 25 എന്ത് ചെയ്യുക, സെറ്റ് ആക്കാൻ പറ്റും. ഒരിക്കലും നിങ്ങൾ അവിടെ പോയി കറക്കി കുത്തരുത്. മാക്സിമം റീസണിംഗ് ആണെങ്കിൽ അറിയാമെങ്കിൽ മാത്രം നമ്മൾ എഴുതും. ഇംഗ്ലീഷിന്റെ കാര്യം നമ്മൾ അവിടെ പോയി എന്ത് ചെയ്യാൻ നോക്കും, കറക്കി കുത്താൻ നോക്കും, ഗസ് അടിക്കുന്നെങ്കിലും ഞാനും ഗസ് അടിച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങനെ, ഓരോ 2 ഓപ്ഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഗസ് അടിച്ചാൽ. അല്ലെങ്കിൽ നിങ്ങൾ ഇത് കറക്കി കുത്തണ്ട. നിങ്ങൾ 17, 18 എഴുതിയെങ്കിൽ അത് മതി. പ്രിലിംസ് ക്വാളിഫൈ ആവും. പിന്നെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആയി എടുക്കാം കേട്ടോ. ഈ ഒരു ലാസ്റ്റ് 30 ദിവസത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ഫുള്ള് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഫുള്ളിനോളായിട്ട് പഠിക്കാം, കുഴപ്പമില്ല. അപ്പോൾ 17, 18 അത് സെറ്റ് ആക്കുക. അങ്ങനെ ഉള്ളവർ ബാക്കിയുള്ളവർക്ക് കൂടുതൽ എഫേർട്ട് കൊടുത്ത് പഠിക്കാം. ഓക്കെ, കറക്കി കുത്തരുത്. അത് വളരെ നിങ്ങൾ എന്ത് ചെയ്യും, ദോഷം മാത്രമേ ചെയ്യത്തുള്ളൂ. 25 എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് കുറെ മാർക്ക് നമുക്ക് നെഗറ്റീവ് പോകും. ഇത് എഴുതുന്നതിനേക്കാളും കഷ്ടമായിരിക്കും, അതിനേക്കാളും മാർക്ക് കുറവായിരിക്കും വരും കേട്ടോ. അപ്പൊ സെറ്റ് ആയവരുണ്ട്, 25 ഉള്ളവരുണ്ട്. അത് നിങ്ങൾ സെറ്റ് ആവാത്തവരുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഒൺവേഡും വീഡിയോ ഒക്കെ പുതിയത് കിട്ടുന്ന എന്ത് ചെയ്യാം, നോട്ടിൽ എഴുതി വെക്കാം, അത് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇപ്പൊ ടെക്നിക്സ് ആണ് എന്തൊക്കെ ചെയ്യണം, ഈ ലാസ്റ്റ് സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കോംപ്രഹെൻഷൻ എന്ത് ചെയ്യും, സമയം എടുക്കും. പാസേജ് ഒരുപാട് എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. മോക്കിൽ എഴുതുന്ന പാസേജ് തന്നെ വായിച്ച് സെറ്റ് ആക്കിയത്, ക്ലോസ് ടെസ്റ്റും അതേപോലെ. നിങ്ങളുടെ ഹാബിറ്റ് ആണ്. നിങ്ങളുടെ 30 ദിവസത്തെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് സെറ്റ് ചെയ്യുന്നത്. ഒരു ഡയറക്ഷൻ ആണ് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യമാണ്. ഗസ് വർക്ക് വേണ്ട എക്സാമിന് പോയിട്ട്. പിന്നെ പ്ലാനിങ്, നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്ത് പോകണം. ഞാൻ ഇത്ര ക്വസ്റ്റ്യൻ ചെയ്യും, ഇത്ര സെറ്റ് ആക്കും എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് പോയേ പറ്റത്തുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, സ്ട്രാറ്റജി വീഡിയോ നമ്മുടെ സ്ട്രാറ്റജി വീഡിയോയിലുണ്ട്. ഇംഗ്ലീഷിനൊക്കെ എന്ത് ചെയ്യും. ഇനി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള GK/GS നമുക്ക് സ്പീഡിന്റെ ആവശ്യമില്ല, ആക്യുറസിയാണ്. ഇതെന്ന് പറഞ്ഞൊരു ഭാഗ്യത്തിന്റെ കളിയാണ്. GK/GS നിങ്ങൾക്ക് പഠിച്ചാൽ കിട്ടി എന്നുള്ള അവസ്ഥയാണ്. പക്ഷേ ഒരിക്കലും എല്ലാവരും ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തെറ്റിക്കരുത്. ഞാൻ വീണ്ടും പറയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ലാസ്റ്റ് 5 ഇയേഴ്സിലെ പ്രീവിയസ് PYQ ക്വസ്റ്റ്യൻസ് സെറ്റ് ആക്കാം. പിന്നെ നിങ്ങൾക്ക് എളുപ്പമൊന്ന് ടോപ്പിക്ക്. ചിലപ്പം ചിലർക്ക് ഹിസ്റ്ററി ആയിരിക്കും സ്ട്രോങ്, ചിലർക്ക് ജോഗ്രഫി ആയിരിക്കും സ്ട്രോങ്, ചിലർക്ക് പോളിറ്റി ആയിരിക്കും സ്ട്രോങ്. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഒരു 3-4 ഏരിയാസ് എടുക്കുക. എന്നിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻസ് PYQ ഒക്കെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത് പഠിച്ച് സെറ്റ് ആക്കുക. കാര്യം കിട്ടുന്ന ഒരു 25 നിങ്ങൾ മിനിമം 10 കൂടുതൽ മാർക്ക് ക്വസ്റ്റ്യൻസ് ശരിയാക്കിയിരിക്കണം. അപ്പൊ GKക്ക് മാർക്ക് ഇല്ലെങ്കിൽ കിട്ടില്ല എന്നുള്ള അവസ്ഥയില്ല. GKക്ക് 20 മേടിച്ച് 25 മേടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ 25 15 മേടിച്ചേ പറ്റൂ എന്നൊന്നുമില്ല. ചിലർ പഠിച്ചു തുടങ്ങുന്ന തന്നെ GKക്ക് 25 ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ആയാനോ അല്ലെങ്കിൽ മെയിൻസ് ക്ലിയർ ആയാനോ GKക്ക് 25 ആവശ്യമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് നിങ്ങൾ അത്യാവശ്യം പറഞ്ഞ രീതിയിൽ സെറ്റ് ആക്കുവാണെങ്കിൽ 100% മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഏരിയസ് ആണ്. ഇവിടെ മാക്സിമം മാർക്ക് വാങ്ങുവാണെങ്കിൽ GKക്ക് നിങ്ങൾ 10 മാർക്ക് മേടിച്ച് 10 ക്വസ്റ്റ്യൻ ശരിയാക്കിയാലും മതി. പക്ഷെ 10 ക്വസ്റ്റ്യൻ ശരിയായിരിക്കണം, കറക്കി കുത്തല്ല. അവിടെ 10 ക്വസ്റ്റ്യൻ ശരിയായിരിക്കണം. അതിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സ്ട്രാറ്റജി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ ആ ഒരു സെക്ഷനും ചെയ്യുക. അതുപോലെ 5 ഇയേഴ്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സെറ്റ് ആയിട്ട് ചെയ്യുക. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കറണ്ട് അഫയേഴ്സിന്റെ കാര്യം, കറണ്ട് അഫയേഴ്സ് എന്ത് വേണമെങ്കിലും അവർക്ക് ചോദിക്കാം. കറണ്ട് അഫയേഴ്സിന് ഒരു ഗ്യാരണ്ടി ഇല്ല. ഇവിടെ ഇപ്പൊ വേണമെങ്കിൽ 1 വർഷത്തെ മുന്നത്ത് ചോദിക്കാം, അതിന് മുമ്പത്ത് ചോദിക്കാം. ബെറ്റർ ഞാൻ പറയുന്നത് കഴിഞ്ഞ ഈ ഒരു വർഷം മൊത്തവും 2027 മൊത്തം പഠിക്കുക, 23ന്റെ പകുതി വരെയുള്ള പഠിച്ചിട്ട് പോവുക. ബാക്കിയൊക്കെ ലക്കാണ്, കിട്ടിയാൽ കിട്ടി, അങ്ങനത്തുള്ള കാര്യമാണ്. നിങ്ങൾ ഫേവറേറ്റ് സബ്ജക്ട് സെറ്റ് ആക്കാം. ഓക്കെ, ആ 100 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യുന്ന പരിപാടി തുടർന്ന് പോകുന്നവരാണെങ്കിൽ അത് തുടർന്ന് പോവുക കേട്ടോ. പതുക്കെ സെറ്റ് ആക്കുക. ആദ്യം കുറച്ച് GK/GS കുറച്ച് പാടായിരിക്കും. നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തിട്ട് പോവുക. അടുത്ത പ്രാവശ്യത്തേക്ക് സെറ്റ് ആയി പോകും. ഓക്കെ, ആദ്യം ഈ 25 എഴുതണം എന്നുള്ള ആ ഒരു ടാർഗറ്റ് അങ്ങ് മാറ്റുക. 15 ക്വസ്റ്റ്യൻ ശരിയാക്കുന്ന ഒരു ലെവലിലോട്ട് ആദ്യം എത്തിക്കും കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ്. ലാസ്റ്റ് 5 ഇയേഴ്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കറണ്ട് അഫയേഴ്സിന്റെ കാര്യം പറഞ്ഞു. പുതിയതായിട്ടുള്ളതൊന്നും ഞാൻ പറഞ്ഞു. GK/GS ആയിക്കോട്ടെ. GK/GS നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. പുതിയ ക്വസ്റ്റ്യൻസ് നോക്കാം, കണ്ടന്റ് നോക്കണ്ട. ബാക്കി കാര്യങ്ങൾക്ക് പുതുതായിട്ടുള്ളതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പഠിക്കുന്ന കാര്യം റിവൈസ് ചെയ്ത് പോവുക. ഇതുവരെ പഠിച്ച് സെറ്റാക്കി പോവുക. ആ ഒരു പ്രോസസ്സിലൂടെ വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സെറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും 100% ടാർഗറ്റ് വെച്ച് പോകരുത്. ആ പ്രഷറിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം. അതിനുള്ള പ്ലാനിങ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, 10-12 ക്വസ്റ്റ്യൻസ് GKയിൽ നിങ്ങൾ സെറ്റ് ആക്കാൻ ശ്രമിക്കുക. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം, അതുപോലെ സെറ്റ് ആക്കാം കേട്ടോ. നോർമലായിട്ട് GK ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സെറ്റ് ആവാൻ പറ്റും. ഓക്കെ, അപ്പൊ മാത്സിന്റെ ക്ലാസിന്റെ കാര്യം ഞാൻ പറയുന്നത് നമ്മുടെ ചാനലിൽ ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കണ്ട് സെറ്റ് ആക്കുക. മാത്സ് മന്ത്ര എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുക, ക്ലാസ്സുകൾ ഫുള്ള് കാണുക. അപ്പൊ മാത്സിന് ഞാൻ പറയുന്നില്ല, ഒരു 300 ക്വസ്റ്റ്യൻ നിങ്ങളെ ചെയ്യിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സമയം കിട്ടുന്ന അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യൻസ് എന്തായാലും നമ്മൾ സീരീസ് തുടങ്ങും, ഒരു ക്രാഷ് കോഴ്സ് മാത്സിന് വേണ്ടി. അപ്പൊ ബാക്കി സബ്ജക്ട് ഇപ്പൊ
തുടങ്ങാൻ ഉള്ള ഇതില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളുടെ ഇംഗ്ലീഷ് നിങ്ങൾ അടുത്ത CGL വേണ്ടി, അടുത്ത CGL 2025 വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ ഇംഗ്ലീഷിന്റെ ക്ലാസ് SSCക്ക് എല്ലാ SSCക്ക് എക്സാംസിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ ഇംഗ്ലീഷിന്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ കുറച്ച് ടൈം കിട്ടുന്ന സമയമായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് പോകാം. അതെന്തായാലും തുടങ്ങും. ഈ പ്രാവശ്യത്തേക്ക് വേണ്ടി മാത്സിന് വേണ്ടി എന്ത് ചെയ്യും, ഒരു ക്രാഷ് കോഴ്സ് സെറ്റ് ആക്കും. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഞാൻ അത്യാവശ്യം വേഗത്തിൽ തീർക്കാൻ വേണ്ടി തുടങ്ങിയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലാസ്റ്റ് 30 ഡേയ്സ് നോക്കുന്ന ഒരുപാട് പേരുണ്ട്, 30 ഡേയ്സിലെ സ്ട്രാറ്റജി നോക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായോ, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് പറയാം, നിങ്ങൾ ഫീഡ്ബാക്ക് ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ക്ലാസ്സിലായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് മനസ്സിലാവുന്നു. കുറച്ച് പേർക്കെങ്കിലും ഒരു ഡീമോട്ടിവേഷൻ പോലെ തോന്നും, പക്ഷേ കുഴപ്പമില്ല. നിങ്ങൾ ആ സ്ട്രാറ്റജി വീഡിയോ എടുത്ത് കാണുക, അപ്പോൾ മനസ്സിലാവും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.